ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത്. അതായത് അശ്വിനെ പറ്റാൻ പോകുന്ന വലിയൊരു അപകടത്തെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പൊ നാളെ നമ്മുടെ ബബ്ലി വരുന്ന എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ്. ആ ദിവസം തന്നെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ അശ്വിന്റെ നല്ലൊരു ഭാര്യയാവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അശ്വിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അശ്വിൻ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ, അതായത് ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും അശ്വിന്റെ ഷൂ അഴിച്ചു കൊടുക്കുക. അത് മാത്രമല്ല അശ്വിന് ഇഷ്ടപ്പെട്ട ഫുഡുകളും കാര്യങ്ങളും വെച്ചു കൊടുക്കുക. അങ്ങനെ അതായത് ഭാര്യയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രുതി തീരുമാനിക്കണം. പക്ഷെ അതൊന്നും തന്നെ അശ്വിന് ഇഷ്ടമല്ല കേട്ടോ. അശ്വിനാണെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യണത്. കാരണം അശ്വിൻ ഒരുപാട് ആരെങ്കിലും സ്നേഹം കാണിക്കുകയാണെങ്കിൽ അശ്വിന് ദേഷ്യം വരുമല്ലോ. അപ്പൊ ആ ദേഷ്യം മുതലെടുക്കണം. അതിനുവേണ്ടി മാത്രമാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യണത്. അത് അശ്വിനെ ഏറെ കുറെയൊക്കെ മനസ്സിലായി കേട്ടോ. പിന്നെ അശ്വിൻ പോട്ടെ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ മുത്തശ്ശിയെടുത്ത് പോയി പറയും എന്നിവള് പറയുന്നോണ്ട് മാത്രമാണ് അശ്വിൻ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ക്ഷമിച്ചിരിക്കുന്നത്. പക്ഷെ അടുത്ത ദിവസം സംഭവിക്കാൻ നമ്മള് വലിയൊരു അപകടം തന്നെയാണ്. വേറൊന്നല്ല, അശ്വിൻ അങ്ങനെ ഒരു റെഡ് കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് ഓഫീസിലേക്ക് പോകണം. അത് ശ്രുതി എടുത്തുള്ള ദേഷ്യം കൊണ്ടാണ്. പക്ഷെ മറ്റുള്ളവർ വിചാരിക്കുക അശ്വിനെ ശ്രുതി ആകെ മാറ്റി. എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ വല്ല ലൈറ്റ് കളറോ ഡ്രസ്സ് മാത്രമേ അശ്വിൻ ഇടാറുള്ളൂ. അശ്വിൻ ഇതൊരു ഇടിവെട്ട് കളർ ഡ്രസ്സ് ഇടുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് റെഡ് കളർ ഷർട്ട് ഇട്ടിട്ട് അശ്വിൻ അന്ന് ഓഫീസിലേക്ക് പോകുന്നത് കേട്ടോ. അന്നാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അശ്വിൻ രാത്രി വൈകിയാണ് വരുന്നത്. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കായിരിക്കും. മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ അശ്വിൻ വന്നിട്ടേ ഇരിക്കുന്നുള്ളൂ എന്ന് പറയൂ. അത് പറ്റില്ല, അവൻ വരുമ്പോ ഒരുപാട് വൈകില്ലേ, ഇപ്പൊ സമയം ഇത്ര ആയില്ലേ, നീ ഭക്ഷണം കഴിക്ക് എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതി പറയണ്ടില്ല, ഒരിക്കലും ഇല്ല, ഞാൻ അശ്വിൻ സാർ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. അതെന്താന്ന് ചോദിക്കുമ്പോഴേക്ക് നല്ല ഭാര്യമാര് അങ്ങനെയാണല്ലോ, ഭർത്താക്കന്മാരുടെ കൂടെ ഇരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ. ഭർത്താക്കന്മാരെ എത്ര വൈകും എന്നാലും അവരെ കാത്തിരുന്നിട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളൂ അല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ അശ്വിൻ സാർ വന്നിട്ട് ഭക്ഷണം കഴിക്കണം. മുത്തശ്ശി പറയണ്ട, ഹാവു നീ നല്ലൊരു ഭാര്യ ആണ്, പക്ഷെ അതിങ്ങനെ തെളിയിക്കേണ്ട കാര്യമൊന്നും ഇല്ല ശ്രുതി. ഭക്ഷണം കഴിക്കാണ്ട് ശരീരം കേടാക്കിയിട്ടുള്ള ഭാര്യ പദ്ധതി കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. പക്ഷെ ശ്രുതി ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ മനോരമ പറയണ്ട്, ഓ എന്തായാലും ഇവളുടെ ഈ ബുദ്ധി നിന്റെ ചേച്ചിക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നോ. ആകാശ് ഭക്ഷണം കഴിക്കാണ്ട് നിന്റെ ചേച്ചിയും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാണാൻ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോ മോഹൻ ഞങ്ങൾ പറയുന്നുണ്ട്, എടി മനോരമ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരുന്നവരെ നീ ഭക്ഷണം കഴിക്കാതിരിക്കുക. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഗ്യാസ് കയറും എന്നൊക്കെ മനോരമ പറയാട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മുത്തശ്ശി അശ്വിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്ട് ചോദിക്കണ്ട്, കുഞ്ഞാ നീ എവിടെയാ, നീ എപ്പോഴാ വരാൻ ചെയ്യുമ്പോൾ മുത്തശ്ശി ഞാൻ വൈകും എന്ന് പറയാണ്. ദേ നീ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ വാശിയിലാണ് ശ്രുതി. അവളെന്തിനാ വാശി പിടിക്കുന്നത്, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ, ഞാൻ വരാൻ വൈകും എന്ന് പറയാണ്. ഇല്ല നീ വരാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറയണ. ദേ നീ ഒരുപാട് വൈകിക്കണം, നിന്റെ ഭാര്യ പട്ടിണി കിടന്ന് ചത്തു പോട്ടോ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ കുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് നമ്മൾ മുത്തശ്ശി. അതിനുശേഷം മുത്തശ്ശി ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി കുഞ്ഞൻ വരാൻ കുറച്ച് താമസിക്കുമെന്ന് തോന്നുന്നു, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണോ. അതേ മുത്തശ്ശി, എന്തായാലും അശ്വിൻ സാർ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അശ്വിൻ വരാൻ വേണ്ടി തീരുമാനിക്കട്ടോ. അതായത് ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അശ്വിൻ ഒരുപാട് രാത്രി ആകുമ്പോഴേക്കട ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. ശ്രുതിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിലാണ് ശ്രുതി ഇങ്ങനെ ഇരിക്കണത്. ഹോ എത്ര നേരം കാത്തിരിക്കണം. ഞാൻ കാത്തിരിക്കുന്നത് അശ്വിൻ സാറാമിന് വേണ്ടിയിട്ടൊന്നല്ല, പിന്നെ മുത്തശ്ശിയെടുത്ത് പറഞ്ഞു പോയില്ലേ, ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാത്തിരിക്കണത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ കാത്തിരിക്കാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി പ്ലേറ്റിലൊക്കെ നോക്കുമ്പോഴേക്കും കൊതി വരികയാണ് ശ്രുതിക്ക്. ഭൂരി മസാലയും ചോറും ചപ്പാത്തിയും എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ശ്രുതിയുടെ കൺട്രോൾ പോവാണ്. ഈശ്വര കഴിക്കാൻ തോന്നുവാണ് വിശന്നിട്ട്. പക്ഷേ അശ്വിൻ സാറാൻ വരാതെ എങ്ങനെയാ കഴിക്കുക. മുത്തശ്ശിയെടുത്ത് പറയുകയും ചെയ്തു, ഭർത്താവ് വന്നിട്ടേ ഭാര്യ കഴിക്കുള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ആ മുത്തശ്ശി പറഞ്ഞല്ലോ, ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും ചെയ്യരുത്, ഭക്ഷണം കഴിക്കണം, വിശക്കണ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത്, അപ്പൊ ആ വാക്കുകൾ അനുസരിക്കാം, അപ്പൊ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു പ്ലേറ്റ് എടുക്കാണ്. ശേഷം അവിടെ ഉണ്ടായ വിശപ്പ് കാരണം ശ്രുതിക്ക് കണ്ണ് കാണില്ല കേട്ടോ. അവിടെ ആകെ കഷ്ടിച്ച് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രുതിക്ക് കണ്ണ് കാണാൻ പറ്റാണ്ട് അവിടെ ഉണ്ടെന്ന ഭക്ഷണം ഫുള്ളും എടുത്ത് കഴിക്കട്ടെ. പൂരി മസാലയും അവിടെ ഉണ്ടെന്ന് ചപ്പാത്തിയും എല്ലാം തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഹാവു വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്താണ് പെട്ടെന്ന് അശ്വിൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അശ്വിൻ സാറേ വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പാത്രങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ്. മാറ്റി വെക്കുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ വരുന്നവരെ ഭക്ഷണം കഴിക്കാതിരിക്കുവായിരുന്നോ. അതെ അതെ, നിങ്ങൾ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കുവായിരുന്നു എന്ന് പറയാണ്. ശരി എങ്കിലൊരു കാര്യം ചെയ്, വാ കഴിക്കാം, വിളമ്പ് എന്ന് പറയാണ്. ശ്രുതി പെട്ടെന്ന് പാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഈശ്വരി പാത്രങ്ങളിലൊന്നും ഒന്നുമില്ലല്ലോ, ഞാൻ ഇത്ര പെട്ടെന്ന് എല്ലാം കഴിച്ചു തീർത്തോ അതിങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ പാത്രമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്താ, ഇതിലൊന്നും ഒന്നുമില്ലേ, ഇതെന്താ എല്ലാം കാലിയാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇത് ഭക്ഷണം എവിടെ, അടുക്കളയിലാണോ, എടുത്തോണ്ട് വാന്ന് പറയാണ്. അപ്പൊ ശ്രുതി പറയണ്ട്, അതെ നിങ്ങൾ വരുമ്പോ ചൂടോടുകൂടി ഭൂരി തരാൻ വെച്ചിട്ട്
ഞാൻ ഭക്ഷണം ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഉണ്ടാക്കിക്കൊണ്ട് വരാന്നോ? വേണ്ട വേണ്ട, ഞാൻ വല്ലതും ഓർഡർ ചെയ്തോളാം. ഓർഡർ ചെയ്തൊന്നും വേണ്ട, വയറ് കേടാക്കണ്ട, ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ശ്രുതി അതിനൊക്കെ ഒരുപാട് സമയവും, ശ്രുതി സമയം ഒത്തിരി ആയെന്ന് അറിയാവോ? ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കാം. ഒരു ദിവസം പുറത്ത് വെച്ച് ഓർഡർ ചെയ്തെന്ന് വെച്ചിട്ട് മാനു ഇടിഞ്ഞ് വീഴാൻ പോണൊന്നുമില്ല എന്ന് പറയുമ്പോ, ഇല്ല അതൊന്നും പറ്റില്ല, ഞാനേ ഭക്ഷണം ഉണ്ടാക്കാം, നിങ്ങൾ ഇവിടെ നിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വേഗം അടുക്കളയിലേക്ക് പോവാണ്. അശ്വിൻ അങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ശ്രുതി വരുന്നില്ല, കാരണം ശ്രുതിക്ക് എല്ലാം ഉണ്ടാക്കണം, പൂരി മസാല കറി എല്ലാം ഉണ്ടാക്കണം. അപ്പൊ അശ്വിനാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അശ്വിന് ചെറുതായിട്ട് തല കറങ്ങാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആ സമയത്ത് ശ്രുതിനെ ഇങ്ങനെ അശ്വിൻ ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. ശ്രുതി അടക്കളയിൽ നിന്ന് ദേ വരുന്നു, കഴിഞ്ഞു ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് പൂരി മസാലയൊക്കെ എടുത്തിട്ട് ഓടി വരുവായിട്ട്, ദേ അശ്വിൻ സ്ഥലം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, വാ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പാത്രത്തിലേക്ക് വിളമ്പാണ്. അശ്വിനാണെങ്കിൽ വിശന്നിട്ട് വയ്യ, തലയും കറങ്ങുന്നുണ്ട്. കാരണം അശ്വിനെ കറക്റ്റായിട്ട് ഷുഗറിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ തലകറക്കം, അതുപോലെ തന്നെ ക്ഷീണം, തലകറങ്ങി വീടല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ അശ്വിനാണെങ്കിൽ തല കറങ്ങുന്നു. ശ്രുതി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അശ്വിൻ എന്താ വെച്ചാൽ ആ പൂരി മസാല കഴിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അയ്യോ വെയിറ്റ് നിക്ക്, നിങ്ങൾ ആദ്യം കഴിക്കുന്ന മുമ്പ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആകെ 2 സെക്കൻഡ് സമയമുള്ളൂ. അശ്വിന് വേഗം ഇങ്ങനെയൊക്കെ കഴിക്കാൻ പോകുമ്പോഴാണ് ശ്രുതി ആ ഭക്ഷണം എടുത്ത് മേടിച്ചിട്ട് ശ്രുതി എടുത്ത് കഴിച്ചു നോക്കുന്നത്. അപ്പോഴേക്കും അശ്വിന്റെ ആ ഒരു ഷുഗർ ലെവൽ ഇങ്ങനെ കൂടിയിട്ട് വയ്യാണ്ടായിട്ട് ഇങ്ങനെ അതായത് ആ കസേരയിൽ ഇരിക്കണ്ടായിരുന്ന അശ്വിൻ അങ്ങനെ തളർന്ന് വീണ് ഒടിഞ്ഞു പോകുവാണ്. ശ്രുതി ഷോക്ക് ആവണം. അയ്യോ അശ്വിൻ സർ എന്ത് പറ്റി അശ്വിൻ സർ എന്നൊക്കെ പറഞ്ഞ് കൂവി വിളിക്കുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അറിയില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ് എന്ന് പറയാണ്. കുഞ്ഞൻ ഭക്ഷണം കഴിച്ചില്ല ഇതുവരെ, മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല, അവന് ഷുഗർ കുറഞ്ഞതായിരിക്കും. ശ്രുതി എന്ന് പറയുമ്പോഴേക്കും അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി, കുറച്ച് ഷുഗർ കൊടുത്താൽ മതി, ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോവാട്ടോ. ശേഷം കുറച്ച് പഞ്ചസാര എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ചേച്ചി ഇത് കുറച്ച് കൊടുക്ക്, എല്ലാം ഓക്കെ ആവും എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ആ ശർക്കരയും പഞ്ചസാരയൊക്കെ എടുത്തിട്ട് അഞ്ജലി അശ്വിന്റെ വായിലേക്ക് വായ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കാട്ടോ. പതുക്കെ അശ്വിനത് ഇറക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിന് പതുക്കെ ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. കുഞ്ഞ നീ ഓക്കെ ആണല്ലോ അല്ലേ? അതെ ചേച്ചി ഓക്കെ ആണ് എന്നൊക്കെ പറയണം. അപ്പോഴാണ് അവർക്കൊന്ന് സമാധാനമാവണത്. അങ്ങനെ അശ്വിൻ റൂമിൽ ഇങ്ങനെ കിടക്കുവാട്ടോ. എല്ലാവരും ചുറ്റും തന്നെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും പോയിക്കോളാൻ വേണ്ടി അശ്വിൻ പറയാണ്. പക്ഷെ അഞ്ജലി ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കാട്ടോ. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത കുറ്റബോധം, താൻ കാരണമാണല്ലോ അശ്വിൻ സാം കൊഴിഞ്ഞു വീണത്, അശ്വിൻ ഈ ഒരു അവസ്ഥ താൻ കാരണമാണല്ലോ എന്നൊക്കെ ഒരു അശ്വിനോട് ശ്രുതി സോറിയൊക്കെ പറയാൻ നോക്കുന്നു. പക്ഷെ അശ്വിൻ പറയും കുഴപ്പമൊന്നുമില്ല, നീ വെറുതെ സോറി എന്ന് പറഞ്ഞാൽ അഭിനയിക്കൊന്നും വേണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അശ്വിനും പറയുന്നുണ്ട്. അപ്പൊ ബബ്ലി ഉണ്ടല്ലോ, ആ കുട്ടി പറയുന്നുണ്ട്, അശ്വിൻ ഓക്കെ ആണല്ലോ അല്ലേ, ഞാനിവിടെ ഇരുന്ന് സംസാരിക്കണോ, ഞാൻ സമാധാനിപ്പിക്കണോ? വേണ്ട, സമയം ഇത്രയില്ലേ, നീ ടയേർഡാവും, നീ പോയി കിടന്നോ എന്ന് ആ കുട്ടിയെടുത്ത് അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയും അവിടെ നിന്ന് പോകുക കേട്ടോ. അങ്ങനെ അശ്വിന്റെ ആ ഒരു വലിയൊരു അപകടമാണ് നമ്മൾ ഇനി കാണാൻ പോണ കാഴ്ച എന്ന് പറയണത്. ഇത് അടുത്ത ആഴ്ച ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. നാളത്തെ ദിവസം ബബ്ലി വന്ന എപ്പിസോഡാണ്, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഈ ഭാഗം കാണുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.